27 സംസ്ഥാനത്തിൽ 8 യൂണിയൻ ടെറിട്ടറീസിലും 2 പേരും ഒരു മുന്നണിയുടെ ഭാഗമാണ് CPM-ഉം കോൺഗ്രസും. ആ മുന്നണിന്റെ പേരാണ് ഇന്ത്യ അലയൻസ്. 27 സംസ്ഥാനം, 8 യൂണിയൻ ടെറിട്ടറീസ്. ഇവിടെ മാത്രം ഒരു നാടകം. അതിന്റെ ഒരു പുതിയ പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഭരതനാട്യം കേട്ടിട്ടുണ്ടല്ലോ. ഇവര് ചെയ്യുന്നത് ഭരണനാട്യമാണ്. ഭരണത്തിന് വേണ്ടി ഒരു നാട്യം. ഈ CPM-ഉം കോൺഗ്രസ് രണ്ടല്ല, ഒന്നാണ്. നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതിന് മാറ്റണം. വികസിത കേരളം ആണ് ഞങ്ങളുടെ ലക്ഷ്യം. വികസിത വൈക്കം ആണ് ഞങ്ങളുടെ ലക്ഷ്യം. BJP NDA MLA വന്നാൽ മാത്രമേ ഇവിടെ വികസനം വരുള്ളൂ. ഇത് ഞാൻ 100% ഏറെ റെസ്പോൺസിബിലിറ്റി പറയാണ്. മാറ്റുന്ന കാലം വന്നു. ഇനി ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഈ വികസന സന്ദേശം നരേന്ദ്രമോദിജി നാളെ കൊച്ചിയിൽ വരുന്നു. അദ്ദേഹം വികസിത കേരളം, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ജനങ്ങൾ മുമ്പിൽ വെക്കും. അദ്ദേഹം ചോദിക്കും, ഒരു അവസരം തരൂ, ഈ 2 പേരെ മാറ്റിവെക്കൂ. 70 കൊല്ലം വഞ്ചിച്ചു CPM-ഉം കോൺഗ്രസും. ഇനി ഒരു മാറ്റം കൊണ്ടുവരണം. ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ, വികസിത ഭാരതം സൃഷ്ടിക്കുമ്പോൾ നമുക്കും വേണ്ടേ ഒരു വികസിത കേരളം എന്ന് അദ്ദേഹം ചോദിക്കും. ആ ചോദ്യം ഞാൻ ഇന്ന് ഇവിടെ ചോദിക്കുന്നു. നമുക്ക് വേണ്ട വികസിത കേരളം, നമുക്ക് വേണ്ട വികസിത വൈക്കം വേണം. നമുക്ക് വേണ്ട ഒരു കേരളം, വിശ്വാസ സംരക്ഷണമുള്ള ഒരു കേരളം. നമ്മളെ ശബരിമല അമ്പലം കൊള്ള ചെയ്യുന്ന കോൺഗ്രസും CPM-നെ പുറത്താക്കണ്ടേ? നമുക്ക് ഈ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി പോലെ സംഘടനയാണോ വേണ്ടത്? കോൺഗ്രസിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് വേണ്ട. നമുക്ക് വേണ്ടത് സുരക്ഷിത കേരളമാണ് വേണ്ടത്. ഇതെല്ലാം ആലോചിച്ച് ചിന്തിച്ചിട്ട് ഞാൻ വൈക്കം ജനങ്ങളോട് അഭ്യർത്ഥന, ഒരുമിച്ച് നമുക്ക് മാറ്റം കൊണ്ടുവരാം. ഒരുമിച്ച് നമുക്ക് വികസനം കൊണ്ടുവരാം. ഒരുമിച്ച് നമുക്കൊരു പുതിയ നല്ല ഭാവി സൃഷ്ടിക്കാം. അതിനുവേണ്ടി NDAക്ക് ഒരു പിന്തുണ തരൂ. NDA MLA എലക്ട് ചെയ്യൂ, വോട്ട് കൊടുക്കൂ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് മാറ്റം കൊണ്ടുവരാൻ അധ്വാനിക്കും.